ഹേ ഗൈസ്, ഗഗനാചാരി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കാത്തിരുന്ന് പോയി കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പം എക്സ്പെക്റ്റ് ചെയ്ത് പോയത് എന്താണോ അതിനേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തത്. നമ്മൾ മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസ്, ഇതുപോലൊരു സിനിമ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഏലിയൻ ഇൻവേഷൻ കാണിക്കുന്നു, അതും കേരളത്തിൽ ഒരു ഏലിയൻ ഇൻവേഷൻ വന്നാൽ എങ്ങനെയാകും എന്ന് കാണിക്കുന്നു. ഒരു കോമഡി സിനിമയാണെങ്കിൽ കൂടി ഇതിനകത്ത് കുറേ സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിപ്പം വർഷം ഏതുമായിക്കോട്ടെ, 2050 2080 3000 ഏത് വർഷമായിക്കോട്ടെ, പക്ഷേ മലയാളി മാറില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാർ മാറില്ല. നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് സ്വഭാവങ്ങളുണ്ട്, അത് മാറ്റില്ല എന്നുള്ളത് ഈ ഒരു സിനിമയിൽ കറക്റ്റായിട്ട് അത് ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ തുടങ്ങി ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ ഭയങ്കര പെർഫെക്ഷനാണ്. അതായത് ഓരോ സീൻ ബൈ സീൻ അല്ലെങ്കിൽ ഷോട്ട് ബൈ ഷോട്ട് എടുത്ത് നോക്കിയാലും ഭയങ്കര പെർഫെക്ഷനാണ്. അത് ഒരു സ്പേസ് ഷിപ്പ് ആയാലും അല്ലെങ്കിൽ ഒരു പോർട്ടലായാലും ഏലിയൻസ് ആയാലും കാണിക്കുന്നത് ഇടയ്ക്ക് എങ്ങനെ ചെയ്തു ഇത്രയും കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ഇത്ര നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്ന സാധനങ്ങളുണ്ടല്ലോ. ഓക്കെ, ഇത് ഭയങ്കര വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഭയങ്കര വലിയ VFX ആണെന്നൊന്നും അല്ല, പക്ഷേ ആ ഒരു ചെറിയ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവർ കാണിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഭയങ്കര രീതിയിൽ ഇതിനു മുമ്പ് നമ്മളിങ്ങനെ മലയാളത്തിലൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. അത്രയും ഗളിതമായിട്ടാണ് ഈ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരു ഏലിയൻ ഇൻവേഡഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ, അതായത് അമേരിക്കക്കാർക്ക് മാത്രമേ ഏലിയൻ ഇൻവേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ നമ്മുടെ ഇന്ത്യയിൽ ഏലിയൻ ഇൻവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. കേരളത്തിൽ ഏലിയൻസ് വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ആണ് ഈ ഒരു സിനിമയിൽ കാര്യമായിട്ട് കാണിക്കുന്നത്. അപ്പം ഈ ഒരു സിനിമ തുടങ്ങി അതിനകത്ത് ക്യാരക്ടേഴ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് പ്രധാനമായിട്ടും ഒന്ന് ഏലിയൻ ഉൾപ്പെടെ 4 ക്യാരക്ടേഴ്സാണുള്ളത്. അതിൽ ഗണേഷ് കുമാർ, അതേപോലെ തന്നെ ഗോകുൽ സുരേഷ്, അജു വർഗീസ്, ഇവരുടെ 3 പേരുടെ കെമിസ്ട്രി, എൻ്റെ ദൈവമേ. എന്താണ് പണ്ട് കുറേ സിനിമകളിൽ നമ്മൾ കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് റീക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ അനാർക്കലി മരക്കാർ ഏലിയനായിട്ട് ഏലിയമ്മയായിട്ടുണ്ട്, അത് വേറെ ലെവലാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ വിക്ടറാണ് ഗണേഷ് കുമാറിൻ്റെ ക്യാരക്ടർ, അലൻ ആയിട്ട് ഗോകുൽ സുരേഷ്, വൈബേഷ് അല്ലെങ്കിൽ വൈബായിട്ട് അജു വർഗീസ്, ഇവർ 3 പേരുമാണ് ഉള്ളത്. അപ്പം ഏലിയൻ വേൾഡായിട്ടുള്ള വേൾഡ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ആണ്. അപ്പോൾ ഇവർ ബങ്കറിൽ താമസിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവരുടെ ഇടയിലേക്ക് ഒരു ഏലിയൻ വരുന്നു, അതാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, പ്ലോട്ട് അത്രയേ ഉള്ളൂ. ഇവരുടെ ഇടയിലേക്ക് ഒരു ഏലിയൻ വരുന്നു, പിന്നെ കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് സംഭവിക്കുന്നു, അതാണ് സിനിമ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ സാധനങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അജയ് സേന എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഇപ്പോൾ ഏത് ഏലിയൻ ഇൻവേഷനോ എന്ത് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റോ ഉണ്ടായിക്കോട്ടെ, കേരളത്തിൽ ഈ സാധനവും സദാചാരവും ഒക്കെ അന്നും ഉണ്ടാകും എന്നാണ് ഇതിനെ കാണിക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അരുൺ ചന്തു, പുള്ളി ഭയങ്കരമായിട്ട്, അതായത് കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏലിയൻ ഇൻവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്കും ഇത് കാണുന്ന സമയത്ത് തോന്നും, ഇതിങ്ങനെ സംഭവിക്കുള്ളൂ, ഒരു മാറ്റമില്ല. പുള്ളി അത് കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും അരുൺ ചന്തുവാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കളർ ഗ്രേഡിങ് ആണ്. കിടിലൻ കളർ, കുറേ നിയോൺ സാധനങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര, നമ്മൾ എന്താണ് ഇതിനും ഇങ്ങനെ കളർ ഗ്രേഡിങ് ഇത്രയും കളർഫുള്ളാണ്, പക്ഷേ ഡാർക്ക്നെസ് ഉണ്ട്, അതിനകത്ത് കളർഫുള്ള് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സാധനമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഭയങ്കര, ഈ സിനിമയെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നമ്മളൊരു ഇല്യൂഷനകത്തൊക്കെ പോയിരിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യും സിനിമ കാണുന്ന സമയത്ത്. അവർ കളർ ഗ്രേഡിങ് കൊണ്ട് കിട്ടുന്നുണ്ട്, നല്ല ലൈറ്റിങ്ങും കളർ ഗ്രേഡിങ് കൊണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ശങ്കർ ശർമ്മ മ്യൂസിക് എടുത്ത് പറയേണ്ടതാണ്. കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, കിഡിലൻ പാട്ടുകളാണ്. ഇതിൻ്റെ ആ ഒരു ലാസ്റ്റ് ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്ന സമയത്ത് ഒരു സോങ് ഉണ്ട്, ഇതിൻ്റെ ടൈറ്റിൽ സോങ് ഉണ്ട്, അത് ഗംഭീര സാധനമാണ്. ഇതിനകത്ത് ഓരോ പാട്ടുകളും, അതിപ്പോൾ ഏത് പാട്ടെടുത്ത് നോക്കിയാലും നമ്മൾ ആ ഒരു സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി, സുർജിത്ത് എസ് പൈ. സിനിമാറ്റോഗ്രഫി ഓരോ സീനുകൾക്കും എന്താണോ ആവശ്യമുള്ളത് ആ സാധനം അതേപോലെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിൽ എങ്ങനെയാണ് സംഭവം ഉണ്ടാവേണ്ടത് അത് അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ളത് അരവിന്ദ് മന്മഥൻ. എഡിറ്റ്സ് എടുത്തു പറയേണ്ടതാണ്. സിനിമയുടെ കട്ടിങ്സ് കറക്റ്റ് കട്ട് ചെയ്യാൻ സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് പക്കയാണ്. ഇതിനകത്ത് ഒരിടത്ത് പോലും ഫാൾട്ട് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആവരുതായിരുന്നു നമുക്ക് തോന്നില്ല, അങ്ങനെ ഒരു സാധനമാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഡിഫറൻ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്ത് 2 ആസ്പെക്ട് റേഷ്യോ ഉണ്ട്. ഒരു സിനിമയിൽ 2 ആസ്പെക്ട് റേഷ്യോയിലാണ് കാണിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു
നമ്മളിതിനു മുമ്പ് ഒപ്പൻഹൈമറിലൊക്കെ കണ്ടിട്ടുണ്ട് 2 ആസ്പെക്ട് റേഷ്യോയിൽ കാണിക്കുക. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് കാണാം. അതായത് ഫുൾ സ്ക്രീനും ഉണ്ട്, പക്ഷേ ഹാഫ് സ്ക്രീനിലും കുറേ സീനുകളുണ്ട്. എനിക്കൊന്ന് കൂടുതലും ആ ഒരു കൊച്ചു സ്ക്രീനിലാണ് കാണിക്കുന്നത്, ഫുൾ സ്ക്രീൻ അല്ലാതെയാണ് കാണിക്കുന്നത്. അത് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇതിനു മുമ്പ് ഏതോ ഒരു ഡയറക്ടറും ഇങ്ങനൊരു ഡിഫറെൻറ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അരുൺ ചന്തുവിൻ്റെ ഇതിനു മുമ്പുള്ള സിനിമ മറ്റേ സായാഹ്ന വാർത്തകളും സാജൻ ബേക്കറി സിൻസ് 1962 ആ 2 സിനിമകളാണ്. അതിനുശേഷമാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണിത്. തിയേറ്ററിൽ പോയി കാണുക, തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ അവർ എക്സ്പീരിയൻസ് കിട്ടുകയുള്ളൂ. അതുപോലെ നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ഏലിയൻ സിനിമ വന്നിട്ട് നമ്മൾ പോയി കണ്ടില്ലേ പിന്നെ ആര് പോയി കാണാനാണ്? ഇതിൻ്റെ പ്രീമിയറൊക്കെ ജനുവരിയിലാണ് നടന്നത്. മറ്റേ കേരള പോപ്കോൺ എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിനാണ് ഇതിൻ്റെ പ്രീമിയറൊക്കെ നടന്നത്. ജനുവരി നടന്നതാണ്. ഇപ്പോഴാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നമ്മൾ പല ഏലിയൻ സിനിമകൾ പല ഭാഷകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഭയാനക വേർഷൻ കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. കാരണം കേരളത്തിലൊരു ഏലിയൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും, അതെല്ലാം നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഏലിയൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ ഏലിയൻ വന്ന് ഏത് വർഷമായിക്കോട്ടെ ഏലിയൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ അന്നും ഹോമവും കൂടുപാത്രവും അനാചാരങ്ങളും ഒക്കെ അന്നും കാണും. ഏലിയനെ മറ്റേ ആവാഹിച്ച് കൊണ്ടുവന്ന പരിപാടികളൊക്കെ അന്നും കാണും. ആ സാധനങ്ങളൊക്കെ എന്തായാലും അതിപ്പോൾ ഏത് വർഷമായിക്കോട്ടെ അത് കാണും എന്നൊക്കെ നമ്മൾ ഈ ഒരു സിനിമ കാണുമ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്. അതിനകത്തെ കോമഡികൾ എടുത്തു പറയേണ്ടതാണ് കേട്ടോ. കാരണം ഒരിടത്തും നമുക്ക് ഈ ഒരു സാധനം വേണ്ടായിരുന്നു എന്ന് തോന്നില്ല. പ്രത്യേകിച്ച് അനാർക്കലി മരയ്ക്കാർ ഭയങ്കര കുറേ സമയത്തേക്ക് ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ട് ഫുൾ എക്സ്പ്രഷനിലൂടെയാണ് പുള്ളിക്കാരി സാധനങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഏലിയനാണ്. അപ്പം അത് ഭയങ്കര രസകരമാണ്. അത് ഗോകുൽ സുരേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഗോകുൽ സുരേഷനാണ്. ഈ പുള്ളി ഭയങ്കര നാച്ചുറലായിട്ട് ഒരു ക്യാരക്ടറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണേഷ് കുമാർ ഭയങ്കര, അതായത് നമ്മൾ മറ്റേ മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ആ ഒരു അങ്ങനത്തെ കുറച്ച് തള്ളുന്ന പുള്ളി മറ്റേ ഏലിയനുമായിട്ടൊക്കെ ഫൈറ്റിനൊക്കെ പോയിട്ടുണ്ടെന്ന് തള്ളുന്ന ആ ഒരു ടൈപ്പ് സാധനമാണ്. അത് കുറേ സാധനങ്ങൾ നമ്മൾ ഭയങ്കര ഹോളിവുഡിൽ ഭയങ്കര മാസമായിട്ട് കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എൻ്റയർലി ഡിഫറെൻ്റ് ആകുമെന്ന് കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് തിയേറ്ററിൽ പോയി കാണുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറോളം ഉണ്ട് സിനിമ. പക്ഷേ ആ 2 മണിക്കൂറും നമ്മൾ അറിയത്ത പോലുമില്ല എത്ര സമയം പോകുന്നത്. ഇൻ്റർവെല്ലൊക്കെ ആവുന്നത് അറിയുന്നില്ല. അതായത് ഓരോ സീനുകൾ വരുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇത് കൊള്ളാം. ഭയങ്കര ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാനായിട്ട് കുറേ സാധനങ്ങളുള്ളൊരു സിനിമയാണ്. നമ്മളിത് സിനിമയെ പറ്റി ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തോരാതെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ അത്രയ്ക്ക് ഉണ്ടായിട്ടാണ് അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു നിർത്തമല്ലേ ഉള്ളൂ. ഇത് സിനിമയെപ്പറ്റി എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല. പിന്നെ ഇതിനകത്തെ ആ ഒരു ഏലിയൻ പോർട്ടലുകളൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ്, അല്ലെങ്കിൽ ആ ഒരു കേരളം കാണിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. എല്ലാം വൈഡ് ഷോട്ടുകളാണ്, ഡ്രോൺ ഷോട്ടുകളുണ്ട്. ഇതെങ്ങനെ വൈ അല്ലെങ്കിൽ ഹൗ ഇതെങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സംഭവം. വേറെ ലെവലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പം ഞാനിപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇൻവേഷനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുള്ള വലിയ ഭയങ്കര ഗംഭീര ബഡ്ജറ്റൊക്കെയുള്ള സിനിമകളിലൊക്കെ കണ്ടുള്ള പോലത്തെ സാധനങ്ങളാണ്. പക്ഷേ ഇത് നമ്മളുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ആകുമെന്ന് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു അടിപൊളി സിനിമ, അടിപൊളി എക്സ്പീരിയൻസ് ആണിത്. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ വർക്കൗട്ട് ആവാത്ത ആളുകളോട് എനിക്കൊന്നും പറയാനില്ല ഈ സിനിമ. കാരണം അത്രയ്ക്ക് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്. ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇനിയും ഇതുപോലുള്ള സിനിമകൾ, എക്സ്പെരിമെൻ്റൽ സിനിമകൾ വരണം എന്നാണ്. ഇതൊരു വല്ലാത്ത സംഭവമായിരുന്നു. ഗഗനാചാരി സൂപ്പർ സിനിമയാണ്. അപ്പോൾ പോയി കാണുക നിങ്ങൾ. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ഒരുപാട് സമയം വരെ സംസാരിച്ചു എന്ന് തോന്നിയ ഒരു സിനിമയെ പറ്റിയിട്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം ഇത്രയുമാണ് എനിക്ക് സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പോൾ ബൈ ഗൈസ്.